ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തര കൂട്ടക്കുരുതിക്ക് താൽക്കാലികമായി ശമനമാവുകയാണ്. ഗാസയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിന് UN ഉത്തരവിട്ടതോടെ 14 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനും നരകയാതനകൾക്കുമാണ് താൽക്കാലികമായി ഇപ്പോൾ അവസാനമുണ്ടാകുന്നത്. ഗാസയിൽ അടിയന്തരവും നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം 158 വോട്ടുകൾക്കാണ് പ്രധാനമായും പാസാക്കിയതും. 9 അംഗരാജ്യങ്ങൾ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്യുകയും 13 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ് ചെയ്തത്. അർജന്റീന, ചെക്കിയ, ഹംഗറി, ഇസ്രയേൽ, നൗറു, പാപ്പുവ ന്യൂഗിനിയ, പരഗ്വ, ടോങ്ക, അമേരിക്ക എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ നടക്കുന്നതിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം UN സുരക്ഷാ കൗൺസിലിൽ സമാനമായ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി പ്രധാനമായിട്ടും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസിന്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് അമേരിക്കയും പ്രധാനമായി വാദിച്ചിരുന്നത്. ബുധനാഴ്ചത്തെ വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വുഡ് ഈ പ്രമേയത്തെ ലജ്ജാകരവും തെറ്റുമെന്നായിരുന്നു വിശേഷിപ്പിച്ചത്. റോബർട്ട് വുഡ് അസംബ്ലിയിൽ പ്രധാനമായും അറിയിച്ചിരുന്നത് ലെബനനിലെ വെടിനിർത്തൽ കാരണം ഹമാസ് ഒറ്റപ്പെട്ട ഈ സമയത്തും ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് കരട് പ്രമേയത്തിന് പ്രസക്തിയില്ലെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറായിട്ടില്ലെന്നുമായിരുന്നു. നിരുപാധികമായ വെടിനിർത്തൽ ഹമാസിന് ഗുണം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രതിനിധി ഡാനി ഡെനോയും വാദിക്കുകയുണ്ടായി. 2023 ഒക്ടോബർ മുതൽ 45,000 പാലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൊലപ്പെടുത്തിയതായി പ്രാദേശിക ഹമാസിന്റെ നേതൃത്വത്തിലുള്ള അധികാരികൾ വെളിപ്പെടുത്തുന്നത്. ജനസാന്ദ്രതയേറിയ പാലസ്തീനിലെ ഭയാനകമായ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും UN ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാ ബന്ദികളെ രക്ഷപ്പെടുത്തുകയും ഹമാസിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും ജൂത രാഷ്ട്രീയത്തിനെതിരായ ഭീഷണികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നവരെ ഗാസയിൽ തങ്ങളുടെ പ്രവർത്തനം തുടരുമെന്നായിരുന്നു ഇസ്രയേൽ കർശനമായി അറിയിച്ചിരുന്നത്. അറബ് മധ്യസ്ഥർ പറയുന്നത് വെടിനിർത്തലിന് ശേഷം ഗാസയിലും ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഹമാസ് അംഗീകരിച്ചതായിട്ടാണ്. ഇവരുടെ അഭിപ്രായത്തിൽ ഇസ്രയേലിലെ 2 പ്രധാന ആവശ്യങ്ങൾ ഹമാസ് ആദ്യമായി അംഗീകരിച്ചു. ഗാസ മുനമ്പിലെ ഹമാസിനും ഇറാനും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും മേലുള്ള ഇസ്രയേൽ സൈനിക സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലും UN മുഖേനയും നടത്തിയ പരോക്ഷ ചർച്ചകളിൽ ഹമാസ് അയഞ്ഞെന്നായിരുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ത് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പുറപ്പെടുവിച്ചാൽ ഗാസയ്ക്കുള്ളിൽ സൈനിക സാന്നിധ്യവും ബന്ദികളുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് ഹമാസ് അറിയിച്ചതായിട്ടും അറബ് മധ്യസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക, ഫ്രഞ്ച് സർക്കാരുകളുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തലിനെ തുടർന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾക്ക് വലിയ തോതിൽ ആക്കം കൂടിയിരുന്നു. വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുന്ന കക്ഷികൾക്കിടയിൽ എത്രയും വേഗം ഒരു കരാർ ഉണ്ടാകുന്നതിനുള്ള ശ്രമങ്ങളിൽ ചേർന്നെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഗാസയ്ക്കുള്ളിൽ ഇസ്രയേൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചതായും അറബ് മധ്യസ്ഥർ വെളിപ്പെടുത്തി. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രകാരം വിട്ടയക്കുന്ന അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ബന്ദികളുടെ പട്ടിക ഹമാസ് ആദ്യമായി കൈമാറിയതായിട്ടാണ് മധ്യസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലഡൽഫി ഇടനാഴി ഗാസയിൽ പ്രധാനമായും 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന മധ്യ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴി തെക്ക് നിന്ന് വടക്കോട്ട് മടങ്ങുന്ന പാലസ്തീനികളെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഫിലഡൽഫി കോർഡിനർ എന്നിവിടങ്ങളിൽ നിന്ന് പിന്മാറാൻ ഹമാസ് സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. റഫേലെ ഈജിപ്ത് ഗാസ അതിർത്തിയിൽ ക്രോംസിംഗിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഹമാസ് സമ്മതിച്ചതായിട്ടും മധ്യസ്ഥർ അറിയിക്കുകയുണ്ടായി. ഈജിപ്ത് കൊണ്ടുവന്നതും അമേരിക്കയുടെ പിന്തുണയുള്ളതുമായ ഏറ്റവും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മെയ് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചതിന് സമാനമാണെങ്കിലും അതിൽ ചില വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. അതിലൊന്ന് ബൈഡൻ പ്രഖ്യാപിച്ചതും ഇസ്രയേൽ അംഗീകരിച്ചതുമായ നിർദ്ദേശം 3 ഘട്ടങ്ങളിലായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ നിർദ്ദേശം യുദ്ധം അവസാനിപ്പിക്കാനാവില്ല, മറിച്ച് പാലസ്തീൻ തടവുകാർക്ക് പകരം ബന്ദികളെ വിട്ടയക്കുന്ന 60 ദിവസത്തെ വെടിനിർത്തലിനായിരുന്നു. കരാർ വ്യവസ്ഥകൾ പ്രകാരം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്യും. കരാറിന്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള മാനുഷിക വിഭാഗത്തിൽ നിന്നുള്ള ബന്ദികളെയാണ് പ്രധാനമായും മോചിപ്പിക്കുന്നത്. ബന്ദികളുടെ ആദ്യ ബാച്ച് ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബന്ദികളെ വിട്ടയച്ചാൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് ഇസ്രയേൽ വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. പാലസ്തീനിൽ 14 മാസമായി ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ 45,000-ലധികം പേർ കൊല്ലപ്പെടുകയും 1,06,257 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ UN ഇപ്പോൾ മാത്രമാണ് വെടിനിർത്തൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞത്. ഇവിടെ അമേരിക്ക നിർദ്ദേശിക്കുന്നതിനപ്പുറം UN ഒരു ചുവടും മുന്നോട്ട് വയ്ക്കാനാകില്ല എന്ന് തന്നെയാണ് ഇതോടെ ലോകത്തിന് മുന്നിൽ വ്യക്തമാകുന്നത്.